പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് യഹ്സാറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എങ്ങനെയാണ് ഇന്റൽസാറ്റ് 17ന്റെ കൂടെ യഹ്സാറ്റ് ലോക്ക് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ മുൻപ് ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷന് കൂടെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് എങ്ങനെയാണ് ക്ലാമ്പ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ളൊരു കാരണം, ഞാനൊരു 8 ഫീറ്റ് ഡിഷിലാണ് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ 6 ഫീറ്റ് ഡിഷിലും നമുക്ക് യഹ്സാറ്റ് ഇതുപോലെ ക്ലാമ്പ് ചെയ്യാൻ സാധിക്കും. കാരണം നല്ല കവറേജ് ഉള്ള സാറ്റലൈറ്റ് ആണ് യഹ്സാറ്റ്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 4 പുതിയ ചാനലുകളാണ് ഇന്നലെ യഹ്സാറ്റിൽ അപ്ഡേറ്റഡ് ആയത്. അതായത് നമുക്ക് ക്രിക്കറ്റ് കളി കാണാൻ സാധിക്കുന്ന ഏകദേശം 4 ചാനലുകൾ, ലൈവായിട്ട് ക്രിക്കറ്റ് കളി കാണാൻ സാധിക്കുന്ന 4 ചാനലുകളാണ് യഹ്സാറ്റിൽ ലോക്കായിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുട്ബോൾ കളി ലൈവായിട്ട് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് യഹ്സാറ്റിന്റെ. TV വേർഷൻസ് ഒക്കെ അത്തരം ഗണത്തിൽപ്പെടുന്ന ചാനലുകളാണ്. അതെല്ലാം കൂട്ടുകാർക്ക് അറിയാവുന്നതുമാണ്. സംഭവം കോപ്പി അടിച്ചിട്ടാണെങ്കിൽ കൂടി പല കളികളും നമുക്ക് ലൈവായിട്ട് യഹ്സാറ്റ് വഴി TV വേർഷൻ. Hey there. Subscribe to my channel. And also press this bell icon. ഇനി ഏതൊക്കെയാണ് ചാനലുകൾ വന്നുള്ളത് നോക്കാം നമുക്ക്. അതിന് മെനു എടുക്കുകയാണ്. ഞാനൊരു മാനുവൽ സ്കാൻ ചെയ്ത് നോക്കുകയാണ്. TP ലിസ്റ്റ് എന്നുള്ളത് എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ ഒരു ആഡ് എന്നുള്ള ബട്ടൺ, ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം നമ്പർ ആഡ് ചെയ്യുന്നു. 118432755500 വെർട്ടിക്കൽ. ഇതാണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. ഇതിലാണ് 4 ചാനലുകൾ പുതുതായിട്ട് വന്നിരിക്കുന്ന സ്പോർട്സ് ചാനലുകൾ. അതിനുശേഷം സേവ് എന്നുള്ളത് കൊടുക്കുന്നു. നമുക്ക് ഇതിന് ഫ്രീക്വൻസി നോക്കാം. ഏകദേശം 64-65ഓളം ഫ്രീക്വൻസി ലഭിക്കുന്നുണ്ട് ക്വാളിറ്റി. അപ്പോൾ സിഗ്നൽ ക്വാളിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാം, സ്കാൻ ചെയ്ത് നോക്കാം. അതിന് ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം FT ഓൺലി കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഏകദേശം 9 ചാനലുകൾ ആ ഒരു ഫ്രീക്വൻസി നിന്ന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ചാനൽ നോക്കാം. ഓക്കെ, സൂപ്പർ സ്പോർട്സ് എന്നൊരു ചാനലാണ്. സൂപ്പർ സ്പോർട്ട് അതുപോലെ ഒരു കളി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു ചാനൽ വന്നിരിക്കുന്നത് സുവാരി ക്രിക്കറ്റ്, രണ്ടാമത്തെ ചാനലാണ് സുവാരി ക്രിക്കറ്റ്. മൂന്നാമതായിട്ട് PK സ്പോർട്സ്. PK സ്പോർട്സ് മുന്നേ ഉള്ള ഒരു ചാനൽ തന്നെയാണ്. അപ്പോൾ കുറച്ച് കാലം അതിൻ്റെ ഇടയിൽ ഒന്ന് ലഭിക്കാതെ ഇരുന്നുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം മുമ്പ് അത് വീണ്ടും വന്നിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ചാനലും കൂടിയുണ്ട്, മെഗാ സ്പോർട്സ് ചാനലാണ്. ഇതും അങ്ങനെ 4 സ്പോർട്സ് ചാനലുകളാണ് ഒരു ഫ്രീക്വൻസിയിൽ പുതുതായിട്ട് ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ 4 ചാനലുകളാണ്. ഏകദേശം ടോട്ടലി നമുക്ക് 267 ചാനലുകൾ എനിക്ക് യഹ്സാറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതിലൊരുപാട് ഹിന്ദി ചാനലുകളും പുതുതായിട്ട് പുതിയതായിട്ട് ഹിന്ദി സിനിമകൾ കാണിക്കുന്ന ഒരുപാട് ചാനലുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ TV വേർഷൻസ് ഒക്കെ വർക്കിംഗ് ആണ്. ഫുട്ബോൾ HD വർക്കിംഗ് ആണ്. TV വേർഷൻസ് വർക്കിംഗ് ആണ്. പിസ്ക്യൂ ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ചാനലുകളാണ് TV വേർഷൻസിന്റെ HD വേർഷൻ. ഇതിലെ ഫുട്ബോൾ കളിയൊക്കെ ലൈവായിട്ട് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ HD എന്ന് പറയുന്ന ഒരു ചാനലും പിസ്ക്യൂ ഉപയോഗിച്ചിട്ട് കാണുന്ന ഒരു ചാനൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് യഹ്സാറ്റിലെ പുതിയൊരു അപ്ഡേറ്റ്. ഈ 4 ചാനലുകൾ, ഇതായി വന്നിട്ടുള്ള 4 ചാനലുകൾ, PK സ്പോർട്സ്, അതുപോലെ തന്നെ സുവാരി ക്രിക്കറ്റ്, അതുപോലെ തന്നെ മെഗാ സ്പോർട്ട് TV, അതുപോലെ തന്നെ സൂപ്പർ സ്പോർട്ട്. ഈ 4 ചാനലുകൾ നമുക്ക് പുതുതായിട്ട് 11843 വെർട്ടിക്കൽ എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിൽ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കൂട്ടിമാരി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കീപ് സപ്പോർട്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിടാം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോകൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മുഖേന അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെയും ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നു. ഞാൻ ഷാജിയാട്ടുപുരം.